നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ നിലയ്ക്കാതെ തുടരുന്ന സംഘർഷം ആഗോളതലത്തിൽ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൈനിക നടപടികൾക്കെതിരെ ചൈനയും റഷ്യയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ട് കഴിഞ്ഞു. പ്രധാനമായിട്ടും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും അതോടൊപ്പം തന്നെ ഇറാനിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികരെ തന്നെ അയക്കാനുള്ള നീക്കവുമാണ് ഈ രണ്ട് വൻ ശക്തികളെയും ഇവിടെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ലോകത്തിൻ്റെ എണ്ണനാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള എണ്ണ വിപണിയെ തന്നെ സാരമായിട്ട് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. മേഖലയിലെ സമാധാനം തകർക്കുന്നതിന് പിന്നിൽ അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും സ്വാർത്ഥ താല്പര്യങ്ങളാണെന്നാണ് ചൈനയും റഷ്യയും ഇവിടെ ആവർത്തിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സ്തംഭനാവസ്ഥ അത് തീർച്ചയായിട്ടും ആഗോള എണ്ണ നീക്കത്തെ പാടെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം അത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും തലയിൽ കെട്ടിവയ്ക്കാനാണ് ചൈന ഇവിടെ ശ്രമിക്കുന്നത്. ഇറാനെതിരെ US-ഉം ഇസ്രായേലും നടത്തുന്ന സൈനിക നീക്കങ്ങൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ തന്നെ ലംഘനമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും കുറ്റപ്പെടുത്തുകയുണ്ടായി. ഈ നിയമവിരുദ്ധ നടപടികളാണ് ഹോർമൂസ് അടയ്ക്കാനായിട്ട് ഇറാനെ പ്രേരിപ്പിച്ചതെന്ന് ചൈന വാദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായിട്ടുള്ള ചൈനയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നു തന്നെയാണ്. എന്നിരുന്നാലും നിലവിൽ തങ്ങളിലേക്കുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുന്നില്ലെന്ന് ചൈന വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വിപണിയിലെ പൊതുവായ വിലക്കയറ്റത്തിലും പ്രതിസന്ധിയിലും അവർക്ക് ആശങ്കയുണ്ട്. ചൈനയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഹോർമൂസ് എത്രത്തോളം പ്രധാനമാണെന്ന് പരിശോധിച്ചാൽ അവിടേക്കുള്ള ആ എണ്ണയുടെ 3/4 പങ്കും ഈ പാതയിലൂടെയാണ് എത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇറാനുമായിട്ടുള്ള ചൈനയുടെ അടുത്ത സൗഹൃദം ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് തുണയാകുന്നുണ്ട്. തങ്ങൾക്ക് ആവശ്യമായ എണ്ണയുടെ ഏകദേശം 80% ചൈന വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടം ചൈനീസ് കപ്പലുകൾക്കായിട്ട് ഹോർമൂസ് പാതയിൽ പ്രത്യേക ഇളവുകൾ നൽകിയിട്ടുണ്ട്. ശത്രുത അവസാനിപ്പിച്ച് ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാകണമെന്നാണ് ചൈനയുടെ മുഖ്യ ആവശ്യം. ഈ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടാതെ ഈ മേഖലയിൽ സ്ഥിരത കൈവരില്ലെന്ന് ബീജിംഗ് മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയുടെ നിലപാടും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ അമേരിക്കൻ വിരുദ്ധമാണ്. UN സുരക്ഷാ കൗൺസിലിൽ വെച്ച് ഇസ്രയേലിനെയും അതോടൊപ്പം തന്നെ അമേരിക്കയും റഷ്യ രൂക്ഷമായിട്ട് വിമർശിക്കുകയുണ്ടായി. പശ്ചിമേഷ്യയിലെ ജനങ്ങളെയും വിവിധ രാജ്യങ്ങളെയും വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒരു തീക്കളിയാണ് ഇവിടെ US-ഉം ഇസ്രയേലും നടത്തുന്നതെന്നാണ് റഷ്യൻ പ്രതിനിധികളൊക്കെ തന്നെ ആരോപിച്ചിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച നാൾ മുതൽ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന റഷ്യ പശ്ചിമേഷ്യയിലെ സംഘർഷം റഷ്യയുമായിട്ട് സൗഹൃദം പുലർത്തുന്ന മറ്റ് രാജ്യങ്ങളെ കൂടി ദോഷകരമായിട്ട് ബാധിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. സൈനികരെ വിന്യസിച്ച് യുദ്ധം വിപുലമാക്കാനുള്ള അമേരിക്കൻ നീക്കം തീർത്തും അപലപനീയമാണെന്നാണ് മോസ്കോയുടെ പക്ഷം. ഇറാൻ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കിടയിലുള്ള തന്ത്രപരമായിട്ടുള്ള കൂട്ടുകെട്ട് ഈ യുദ്ധകാലത്ത് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. യുദ്ധത്തിൽ നേരിട്ട് സൈനികരെ അയച്ച് റഷ്യയോ ചൈനയോ ഇതുവരെ ഇടപെട്ടിട്ടില്ലെങ്കിലും സാങ്കേതികമായിട്ടും നയതന്ത്രപരമായിട്ടും ഇവർ ഇറാന് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ നിർമ്മിത ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചതായിട്ടും തിരിച്ചും സാങ്കേതിക വിദ്യകൾ കൈമാറിയതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെയുള്ള നീക്കങ്ങളെ തങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ കാണുന്നത്. ഇറാന് ലഭിക്കുന്ന ഈ വൻശക്തി പിന്തുണ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ അജണ്ടകൾക്ക് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തെ പ്രതിദിന എണ്ണ പ്രകൃതിവാതക വിപണിയുടെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഹോർമൂസ് കടലെടുക്ക് വഴിയാണ്. ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പാത ഉപരോധത്തിലായത് യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങളെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിൻ്റെയും അന്താരാഷ്ട്ര സമൂഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെയും ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് ഇറാൻ ഈ വഴി അടച്ചത്. തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ നിശ്ചലമാക്കുമെന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ഇപ്പോൾ നൽകുന്നത്. പല രാജ്യങ്ങളുടെയും GDP-യെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് എണ്ണവില കുതിച്ചുയരാനായിട്ട് ഈ സാഹചര്യം കാരണമായിട്ടുണ്ട്. ഇറാൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെ പല ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ ഈ യുദ്ധം നിർത്താനായിട്ട് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ സങ്കീർണമായിട്ടുള്ള ഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിവാദപരമായിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞത്. ഹോർമൂസ് കടലെടുക്കാൻ ആവശ്യമുള്ളവർ അത് തുറക്കട്ടെ എന്നും അതിനായിട്ട് അമേരിക്കൻ സൈന്യത്തെ വിട്ടു നൽകില്ലെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോള വ്യാപാരക്രമം തകർന്നാലും തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന ട്രംപിൻ്റെ ആ ഒരു സമീപനം ചൈന അടക്കമുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തയ്യാറുള്ളവർക്ക് ആകാമെന്ന ട്രംപിൻ്റെ നിർദ്ദേശം സ്വന്തം രാജ്യത്തിൻ്റെ എണ്ണ വ്യാപാരം മെച്ചപ്പെടുത്താനുള്ള തന്ത്രമാണെന്നും വിമർശകർ ഇവിടെ പറയുന്നു. എന്നാൽ ഈ നിലപാട് നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ പോലും ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട്.
ഹോർമുസ് തുറപ്പിക്കാൻ സൈനിക സഹായം തേടി അമേരിക്ക സമീപിച്ചപ്പോൾ നാറ്റോ അംഗരാജ്യങ്ങളൊക്കെ തന്നെ അത് നിരസിച്ചത് ട്രംപിനേറ്റ വലിയ തിരിച്ചടിയായി മാറി. ഇറാനെതിരെയുള്ള നേരിട്ടുള്ള സൈനിക നീക്കത്തിൽ പങ്കാളികളാകാൻ ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും വിമുഖത കാണിക്കുകയുണ്ടായി. ഇതിൽ ക്ഷുഭിതനായിട്ടുള്ള ട്രംപ് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം തന്നെ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയ ട്രംപ് ഇറാനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ട്രംപിൻ്റെ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ മേഖലയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഹോർമുസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ ഒരു അടിയന്തര യോഗം ബ്രിട്ടൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, കാനഡ, UAE തുടങ്ങി 35ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ചർച്ചയിലേക്ക് ഇന്ത്യയും ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഓൺലൈനായിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളുടെയൊക്കെ തന്നെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനുമായി മറ്റു രാജ്യങ്ങളെയും ഇന്ത്യ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 6 ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായിട്ട് ഹോർമുസ് പിന്നിട്ടത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് പ്രതിസന്ധിയിൽ വലിയ ഭയത്തിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ തങ്ങളുടെ അടുത്ത സുഹൃത്താണെന്നും ഇന്ത്യൻ കപ്പലുകൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നുമാണ് ഇറാൻ്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നത്. ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാവി തീരുമാനിക്കാനുള്ള അധികാരം അത് ഇറാനും ഒമാനും മാത്രമാണെന്ന് ഇറാൻ എക്സിൽ കുറിച്ചു. ഈ പ്രസ്താവനയിലൂടെ മേഖലയിൽ അമേരിക്കയുടെ ഇടപെടലിനെ ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള ഊർജ്ജബന്ധം നിലനിർത്താനായിട്ട് ഇറാൻ ആഗ്രഹിക്കുന്നുവെന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. അതേസമയം ഇറാനിലേക്ക് കൂടുതൽ US സൈനികരെയും യുദ്ധക്കപ്പലുകളെയും അയക്കാനുള്ള തീരുമാനത്തോടെ അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനികരെ സ്വന്തം കൈപ്പടയാൽ ശവക്കുഴിയിലേക്ക് തള്ളുന്ന നടപടിയാണ് ട്രംപിൻ്റേതെന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസി മുന്നറിയിപ്പ് നൽകി. 6000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നാഗരികതയെ വെല്ലുവിളിക്കാൻ വെറും 250 വർഷത്തെ ചരിത്രമുള്ള അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് IRGC കമാൻഡർ സയ്യിദ് മജീദ് മുസാവിയും വ്യക്തമാക്കി. ഇറാൻ്റെ മണ്ണിൽ കാല് കുത്തുന്ന ഒരു ശത്രു സൈനികൻ പോലും ജീവനോടെ തിരിച്ച് മടങ്ങിപ്പോകില്ലെന്ന കടുത്ത നിലപാടാണ് ഇറാൻ സൈനിക നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഈ ബോംബാക്രമണങ്ങൾ കൊണ്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ഇറാൻ തിരിച്ചടിച്ചു. ചരിത്രത്തിലുടനീളം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തതുമൊക്കെ തന്നെ അമേരിക്കയാണെന്ന് മൂസാവി കുറ്റപ്പെടുത്തുകയുണ്ടായി. US-നും ഇസ്രായേലിനും വിനാശകരമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും ശത്രുക്കളൊക്കെ തന്നെ കീഴടങ്ങുന്നതുവരെ യുദ്ധം തുടരുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. തങ്ങളുടെ മിസൈൽ ശേഷി തകർക്കപ്പെട്ടുവെന്ന ട്രംപിൻ്റെ അവകാശവാദം അത് വെറും പൊള്ളയാണെന്നും വരാനിരിക്കുന്നത് ഇതിലും കടുത്ത പ്രഹരമായിരിക്കുമെന്നും ഇറാൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. യുദ്ധമാകട്ടെ ഇറാൻ്റെ അതിർത്തികൾക്ക് പുറത്തേക്കും വ്യാപിക്കുന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെൻറ്ററിന് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ സൈന്യമായിട്ടുള്ള IRGC ഏറ്റെടുത്തു. അമേരിക്കൻ ടെക് ഭീമന്മാർക്കെതിരെ ആക്രമണം നടത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ്. കൂടാതെ ജോർദാനിലെ സൈനിക താവളത്തിൽ വെച്ച് അമേരിക്കൻ യുദ്ധവിമാനം ആക്രമിച്ചതായിട്ടും ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ അമേരിക്കൻ പൗരന്മാർ ഉടൻ തന്നെ ഇറാഖ് വിടണമെന്നും US എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ടെഹ്റാനിലെ പ്രധാന പാലങ്ങളും ഉരുക്ക് ഫാക്ടറികളും ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് 40 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചതായിട്ട് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് ലെബനൻ പ്രധാനമന്ത്രി നവാസ് സലാമും വ്യക്തമാക്കി. സാധാരണക്കാരായ ജനങ്ങൾ യുദ്ധത്തിൻ്റെ ഇരകളായിട്ട് മാറുന്ന കാഴ്ചയാണ് മേഖലയിലുടനീളം ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുന്ന ഓരോ നിമിഷവും വലിയൊരു മാനുഷിക ദുരന്തത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത്. ഹോർമുസ് കടലിടുക്ക് ദീർഘകാലം അടച്ചിടാനുള്ള ഇറാൻ്റെ തീരുമാനം ആഗോള വ്യാപാരക്രമത്തെ തന്നെ താളം തെറ്റിക്കുമെന്ന് ഉറപ്പാണ്. LPG, LNG തുടങ്ങിയ അവശ്യ ഉൽപ്പന്നങ്ങളുടെ നീക്കം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള അടുക്കളകളെയും വ്യവസായങ്ങളെയും ഒക്കെ തന്നെ ബാധിക്കും. ചൈനയും റഷ്യയും നൽകുന്ന പിന്തുണയിൽ ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഈ ശക്തി പരീക്ഷണത്തിൽ ആര് വിജയിക്കുമെന്നതിനേക്കാൾ ലോകം നേരിടാൻ പോകുന്ന സാമ്പത്തിക തകർച്ചയെക്കുറിച്ചാണ് ഭൂരിഭാഗം രാഷ്ട്രങ്ങളും ഇപ്പോൾ ആകുലപ്പെടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ഇടപെടലുകൾ പശ്ചിമേഷ്യയുടെയും ഒപ്പം തന്നെ ആഗോള വിപണിയുടെയും ഒക്കെ തന്നെ ഭാവി നിർണ്ണയിക്കുന്നതായിരിക്കും.